സമസ്ത കേരള ജംഇയ്യത്തുൽ വിശുദ്ധമായ ആദർശം പൂർവികരേൽപ്പിച്ചിട്ടുള്ള അമാനത്താണ്. അത് മാനത്ത് വെക്കേണ്ടതല്ല, അത് അട്ടത്തും വെക്കേണ്ടതല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ആദർശം അമാനത്തായി എന്നും ഈ സമൂഹത്തിനോട് വിളിച്ചു പറയാൻ നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കണം. എവിടെയെങ്കിലും പോയി ആദർശം പണയപ്പെടുത്തിയിട്ട് വിശുദ്ധമായ ആദർശങ്ങൾ വിശദീകരിക്കുന്ന പരിപാടികളെ കൊച്ചാക്കി കാണിക്കുന്ന അവസ്ഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ വിശുദ്ധമായ ആദർശങ്ങൾ കൃത്യമായി ഇൻഷാ അല്ലാഹ് അത് നമ്മൾ അമാനത്തായി തന്നെ കൊണ്ട് നടക്കും. അത് മാനത്തോ അട്ടത്തോ വെക്കാതെ കൃത്യമായി ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ഈ വിശുദ്ധമായ ആദർശത്തിനെ കൊണ്ട് നടക്കാൻ എന്നും പ്രതിജ്ഞാബദ്ധരായി നമുക്ക് നിലനിൽക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംഘടനയുടെ പുരോഗതിയിലും വളർച്ചയിലും ഇവിടുത്തെ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഉലമാക്കളും ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെയൊക്കെ ആത്മാർത്ഥമായ പിൻബലവും കൂട്ടായ്മയുമാണ് ഈ മഹത്തായ പ്രസ്ഥാനം വളർന്നു പന്തലിക്കുന്നത്. ഒരു നല്ല സംവിധാനത്തെ ഇല്ലാതെയാക്കാൻ ഒരുപക്ഷെ എളുപ്പമായിരിക്കാം, ഒരുപക്ഷെ ഒരു നല്ല സംവിധാനത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നിടത്താണ് അതിൻ്റെ ഗൗരവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് എല്ലാവരും ഓർത്തിരിക്കണമെന്ന് വളരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ വിശുദ്ധമായ ആശയാദർശങ്ങൾക്ക് ശക്തി പകർന്ന് കരുത്തു നൽകി ഇൻഷാ അല്ലാഹ് ഭിന്നിപ്പുകളോ പ്രയാസങ്ങളോ ഇല്ലാതെ സമസ്ത സ്വീകരിച്ചു വരുന്ന എല്ലാ നയങ്ങളും, അത് രാഷ്ട്രീയപരമായ വിഷയത്തിലുള്ള നയമാണെങ്കിലും ഏത് വിധത്തിലുള്ള നയമാണെങ്കിലും ആ നയങ്ങളൊക്കെ സ്വീകരിച്ച് അതിൻ്റെ തനതായ ശൈലിയിൽ തന്നെ ആ തനിമ നഷ്ടപ്പെടാതെ ഇൻഷാ അല്ലാഹ് നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ആദരണീയരായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സർവാധരണീയരായ സമസ്ത മുശാവറ അംഗം ഷെയ്ഖുന കോറാട് ഉസ്താദ്, ബഹുമാനപ്പെട്ട KT ഉസ്താദ്, ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഖാസിമി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാന്യനായ VKM ഷാഫി, അഭിവന്ദ്യരും ബഹുമാന്യരുമായ സയ്യിദ് ASK തങ്ങൾ, ജമിയത്തുൽ മുഅല്ലിമീൻ്റെയും SKSFൻ്റെയും ഒക്കെ വളരെ ആദരണീയരും ബഹുമാന്യരുമായ നേതാക്കളെ, പ്രവർത്തകന്മാരെ, വിഖായ വളണ്ടിയർമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അനുഗ്രഹീത സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വളരെ സുപ്രധാന 2 ഘടകങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്.
നമുക്കറിയാം, മലപ്പുറം വെസ്റ്റ് ജില്ലാ പരിധിയിലെ ഏകദേശം 1100ഓളം വരുന്ന മദ്രസകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി അതിൻ്റെ പ്രവർത്തന മേഖലയിൽ ഒരു ചരിത്രം കൂടി ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ രചിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകന്മാർക്കും മാനേജ്മെൻറ്റിനുമൊക്കെ ധാരാളം സുദീർഘമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജംഇയ്യത്തുൽ മുഅല്ലിമീൻ അതിൻ്റെ പ്രയാണവീഥിയിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടാൻ പറ്റുമാർ ഒരു അനുഗ്രഹീതമായ ചരിത്രപരമായ ഒരു ദൗത്യത്തിനാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ മേഖല എന്നത് വളരെ പ്രധാനമായും മദ്രസ വിദ്യാർത്ഥികളുടെ പഠനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം ആ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ 1100 വരുന്ന മദ്രസയിലെ അധ്യാപകന്മാരുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് അവർ പ്രധാനമായും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വളരെ സുദീർഘമായ ധാരാളം സേവന പ്രവർത്തനങ്ങൾ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് തിരൂരിൽ ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കാലമായി ഗവൺമെൻറ് ആശുപത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന തിരൂർ SKSF മെഡി സെൻ്ററിൻ്റെ പ്രവർത്തനത്തിന് സഹായകമാകുന്ന രൂപത്തിൽ ഒരു ആംബുലൻസിൻ്റെ സമർപ്പണം ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ നടക്കുന്നത്. മെഡി സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രചോദനവും സഹായകവുമാകുന്ന രൂപത്തിലുള്ള വലിയൊരു പ്രവർത്തനത്തിന് മുന്നോട്ട് വന്ന ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ ജില്ലാ ഭാരവാഹികളെ മെഡി സെൻ്ററിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ തിരൂരിൽ കഴിഞ്ഞ 15 വർഷത്തോളമായി ഏകദേശം 220ഓളം വരുന്ന വിഖായ വളണ്ടിയർമാർ വിവിധ ദിവസങ്ങളിലായി എല്ലാ ദിവസവും രാവിലെ മുതൽ ഏകദേശം ഉച്ചവരെയും അത്യാവശ്യമാകുന്ന സന്ദർഭങ്ങളിൽ വൈകുന്നേരം വരെയും നമ്മുടെ പ്രിയപ്പെട്ട വിഖായ വളണ്ടിയർമാർ അവിടെ എത്തുന്ന രോഗികൾക്ക് വേണ്ടി വിവിധങ്ങളായ സഹായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തന ഖോദയിലുള്ള പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ പറയാറുണ്ട്, പല അമ്മമാരും ഉമ്മമാരും നല്ലവരായ സഹോദരന്മാരും സഹോദരിമാരുമൊക്കെ നടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് സ്വന്തം മക്കളുടെ സഹായം പോലുമില്ലാതെ വളരെ പ്രതിസന്ധിയോടുകൂടെ ഹോസ്പിറ്റലിൽ വാഹനമിറങ്ങുമ്പോൾ അവരെ കൈപിടിച്ച് അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും വളരെ കൃത്യമായി നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വളരെ സുപ്രധാനമായ പ്രവർത്തനമാണ് അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി നമ്മുടെ പ്രിയപ്പെട്ട വിഖായ വളണ്ടിയർമാർ ഈ തിരൂരിലെ ഗവൺമെൻറ് ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന രൂപത്തിൽ തിരൂരിൻ്റെയും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനസ്നേഹികളായ ജനസേവന സ്നേഹികളായ ധാരാളം ആളുകളുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട വിഖായ വളണ്ടിയർമാർ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 11 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 മണി വരെ
ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിഖായ വളണ്ടിയർമാർ നമ്മുടെ തിരൂരിന്റെ പരിസരത്തിലുള്ള എല്ലാ കടകളിലും ഒരു ബക്കറ്റുമായി അവർ കയറിറങ്ങി. എന്തിനു വേണ്ടിയാണ് ഈ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുടെ ജോലി മുടക്കി അവരിന്ന് ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നത്? നമ്മുടെ തിരൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിലെത്തുന്ന പാവങ്ങളായ രോഗികളെ പരിപാലിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടിയാണ് അവരിന്ന് പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ തിരൂരിലെ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരായി വരുന്ന മുഴുവൻ ആളുകളുടെ മുമ്പിലും അവർ കൈനീട്ടി. ആർക്ക് വേണ്ടിയാണ് പ്രിയമുള്ളവരെ? ജാതിയും മതവും സംഘടനയും നോക്കാതെ മനുഷ്യനെന്ന പരിഗണന വെച്ചുകൊണ്ട് ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രിയപ്പെട്ട നമ്മുടെ വിഖായ വളണ്ടിയർമാർ ഇന്നിവിടെ കൈനീട്ടിയത്. മാത്രമല്ല, ഈ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ആവശ്യമായ ധാരാളം പ്രവർത്തനങ്ങൾ SKSFന്റെ മെഡി സെന്റർ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. രക്തദാനം നടത്തി, അതുപോലെ തന്നെ നമ്മുടെ തിരൂരിലെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നു. പല സന്ദർഭങ്ങളിലായി ഹോസ്പിറ്റലിലെ മേധാവികളുമായി സംസാരിച്ച് അവർ ഇന്ന സാധനത്തിൻ്റെ കുറവുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന സഹചാരിയുടെയും അതുപോലെ തന്നെ നമ്മുടെ മേഖലാ ഭാരവാഹികളുടെയും നല്ലവരായ സുമനസ്സുകളുടെയും ഒക്കെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് നമ്മുടെ തിരൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ധാരാളം ഉപകരണങ്ങൾ നൽകാൻ ഈ 1.5 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിന്റെ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് എന്ന അഭിമാനത്തോടുകൂടെയാണ് നമ്മൾ ഇന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതോടൊപ്പം വ്യത്യസ്തമായിട്ടുള്ള രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ യാതൊരു സാമ്പത്തികമായ സഹായങ്ങളും ആഗ്രഹിച്ചിട്ടോ കൊതിച്ചിട്ടോ അല്ലാതെ അവരിൽ നിന്ന് ഒരു കാശ് പോലും വാങ്ങിക്കാതെ അൽഹംദുലില്ലാഹ് നമ്മുടെ മെഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പാവങ്ങളായ രോഗികൾക്ക് വേണ്ടി ധാരാളം മരുന്നുകൾ നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ പാവപ്പെട്ട രോഗികളായി വീട്ടിൽ കഴിയുന്നവർക്ക് ഒരു പെൻഷൻ പദ്ധതി SKSF മെഡി സെന്ററിന്റെ കീഴിൽ നടത്തി വന്നിരുന്നു. അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുവാനുള്ള ഓരോ മാസത്തിലും വരുന്ന തുകകൾ അർഹതപ്പെട്ട ആളുകളെ കണ്ടുപിടിച്ച് SKSFന്റെ ഈ മെഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അൽഹംദുലില്ലാഹ് നമ്മൾ നിർവഹിച്ചു വരികയാണ്. അതുപോലെ നമ്മുടെ ഈ ഹോസ്പിറ്റൽ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം രോഗികൾക്ക് കിടക്കുവാനുള്ള പ്രത്യേകമായി ശീതീകരിച്ച റൂം സൗകര്യം ഇന്ന് SKSF ആണ് നിർവഹിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ തിരൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടെ കയറി ചെല്ലുന്ന വിവിധങ്ങളായ റൂമുകളിൽ ഒരു റൂമിന്റെ കവാടത്തിൽ കാണാൻ സാധിക്കും SKSF മെഡി സെന്റർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകം സജ്ജീകരിച്ച എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള റൂം അവിടെ സജ്ജീകരിച്ചു കൊടുത്തത് നമ്മുടെ മെഡി സെന്ററിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ വിഖായ ദിനത്തിൽ എല്ലാ വർഷത്തിലും ഗവൺമെന്റ് ആശുപത്രിയിലെ വിവിധങ്ങളായ വസ്തുക്കൾ ആ പരിസര പ്രദേശങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ 100 കണക്കിന് വരുന്ന മലപ്പുറം വെസ്റ്റ് ജില്ലാ പരിധിയിലെ നമ്മുടെ പ്രിയപ്പെട്ട വിഖായ വളണ്ടിയർമാർ അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ശ്രദ്ധേയവും അനിവാര്യവുമായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് ഈ പ്രിയപ്പെട്ട വിഖായ വളണ്ടിയർമാർ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു ബസ്സിന് വരുന്ന കാശ് പോലും മെഡി സെന്റർ അവർക്ക് നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നോളം വരുന്ന പ്രവർത്തനത്തിന് ഫലമായിട്ട് അവർക്ക് ഒന്നും ഈ സംഘടന നൽകിയിട്ടില്ല. പക്ഷെ ഒന്ന് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാവങ്ങളായ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുടെ പ്രവർത്തനങ്ങളെ നാളെ പാരത്രിക ലോകത്തിൻ്റെ പാവപ്പെട്ട അടിമകളെ സേവനം ചെയ്തവർക്ക് നീ സ്വർഗം കൊടുക്കുമ്പോൾ അല്ലാഹുവേ, പാരത്രിക ലോകത്ത് നിന്റെ പാവങ്ങളായ അടിമകൾക്ക് പ്രയാസം വരുന്നവരെ സഹായിച്ചവർക്ക് പരിഗണന കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിഖായ വളണ്ടിയർമാരെ, ഞങ്ങളുടെ സേവന പ്രവർത്തകന്മാരെ പരിഗണിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി നമ്മൾ ഉൾപ്പെടെയുള്ള നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങളും സാദാത്യങ്ങളും പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും അവരെ കൈപിടിച്ച് ഹോസ്പിറ്റൽ സേവനം ചെയ്ത പാവങ്ങളായ 70, 80, 90 വയസ്സുള്ള പ്രിയപ്പെട്ട അമ്മമാരും ഉമ്മമാരും ഈ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും. സർവശക്തനായ റബ്ബ് അർഹമായ പ്രതിഫലം നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് നൽകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന്
അള്ളാഹുവിനേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രത്യുത്തരം ചെയ്ത് മറുപടി പറഞ്ഞു, ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട വിഖായ വളണ്ടിയർമാരെ, ഈ ഹദീസ് നമുക്ക് പ്രചോദനമാണ്. നിങ്ങൾ ഒരുപാട് അമ്മമാരുടെ, ചേച്ചിമാരുടെ, സഹോദരിമാരുടെ ഉപ്പമാരും ഹോസ്പിറ്റലിലേക്കാരും സഹായിക്കാനില്ലാതെ കടന്നു വരുമ്പോൾ അവരെ നിങ്ങൾ വീൽ ചെയറിൽ കയറ്റി അവരെ ആവശ്യമായ ഡോക്ടർ അരികിലേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ നിങ്ങൾക്ക് പെടാൻ സാധിക്കുന്നു എന്നത് നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടെ കാണാവുന്നതാണ്. സർവശക്തനായ റബ്ബ് ആ വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദുആ ചെയ്യുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിനിക്ക് ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാണ് നബിയെ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മഹാന്മാരായ സ്വഹാബത്തിനോട് മറുപടി പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബികളെ, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്ന് പറയുന്നത് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അകറ്റുന്നവർ, മരുന്നില്ലാത്തവർക്ക് മരുന്ന് കൊടുക്കുന്നവർ, ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നവർ, അതുപോലെ ജനങ്ങളുടെ പ്രതിസന്ധികൾക്ക് വരുമ്പോൾ ആ പ്രതിസന്ധിയുള്ള ജനങ്ങളുടെ കൂടെ നടന്ന് അവർക്ക് വേണ്ട എല്ലാവിധ ഹെൽപ്പുകളും ചെയ്തു കൊടുക്കുന്നവർ, ഈ രീതിയിലൊക്കെ വളരെ വിശദമായി ആ വിശുദ്ധമായ ഹദീസിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അള്ളാഹുവിനേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശ്വാസികളായ ആളുകൾ ആരാണെന്ന് വളരെ കൃത്യമായി വിശുദ്ധമായ ഹദീസിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, ജനങ്ങളുടെ മനസ്സുകൾക്കും അവരുടെ ഹൃദയത്തിനും ശരീരത്തിനും സന്തോഷം കൊടുക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന്, വിശ്വാസികളായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിനേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിഖായ വളണ്ടിയർമാരുൾപ്പെടെയുള്ള സന്നദ്ധ സേവനങ്ങൾ ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും അൽഹംദുലില്ലാഹ് ജനങ്ങളുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്നവരാണ്. വയനാട് ദുരന്തം നടന്നപ്പോൾ ഏകദേശം നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രം 120ഓളം വരുന്ന വിഖായ വളണ്ടിയർമാർ, കേരളത്തിൽ നിന്ന് മുഴുവനുമല്ല, മലപ്പുറം വെസ്റ്റ് ജില്ലാ പരിധിയിൽ നിന്ന് 120 വിഖായ വളണ്ടിയർമാർ മുണ്ടക്കൈയിലും ചൂരൽ മലയിലുമൊക്കെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ ജീവൻ പണയപ്പെടുത്തിയിട്ട് അവിടെ ചെന്ന് നിങ്ങൾ സുദീർഘമായ സേവനം ചെയ്തതിൽ നിങ്ങളിവിടെ പരിഗണിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നിങ്ങൾക്കിന്ന് ഇവിടെ പ്രധാനപ്പെട്ട ആദരവ് നൽകുകയാണ്. ആ ആദരവിനേക്കാളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള പ്രധാനമായിട്ടുള്ള പ്രതിഫലമാണെന്നറിയാത്തത് കൊണ്ടല്ല, പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാരുടെ നേതൃത്വം സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കോഴിക്കോട് നിങ്ങൾ വിളിച്ചാദരിച്ചു. അതിനുശേഷം ഒരുപാട് വ്യത്യസ്തമായ ആദരവുകൾ നിങ്ങൾക്ക് നൽകി. ഇപ്പോൾ ഇതാ നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നിങ്ങൾക്ക് വലിയൊരു ആദരവ് ബഹുമാന്യരായ പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിലായി ഇന്നിവിടെ നിങ്ങൾക്ക് നൽകുകയാണ്. ഈ ആദരവൊക്കെ നൽകുന്നത് നിങ്ങൾ അല്ലാഹുവിൻ്റെ അടിമകൾക്ക് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണെന്ന ആത്മാർത്ഥമായ വിശ്വാസത്തോടു കൂടിയാണ്. ചൂരൽ മലയിലും മുണ്ടക്കയിലുമൊക്കെ എത്രയോ മയ്യത്തുകൾ മണ്ണിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന, ചെളി പുരണ്ട് കിടക്കുന്ന, അതുപോലെ തന്നെ ചെളിയുടെ അടിയിലേക്ക് അമർന്നു പോയിട്ടുള്ള 100 കണക്കിന് വരുന്ന മയ്യത്തുകൾ നിങ്ങൾ എടുത്തു കൊണ്ടുവന്ന് പരിപാലിച്ചവരാണ്. എത്രയോ മയ്യത്തുകൾ നിങ്ങൾ കൊണ്ടുപോയി മറവി ചെയ്തവരാണ്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പ്രചോദനമായത് നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനം പരിശുദ്ധ SKSF-ന്റെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായും അതിൻ്റെ 35ാം വാർഷികത്തിൻ്റെ ഭാഗമായും നമ്മൾ ഓരോ ഗ്രാമത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ഇത് ഈ വിഷയ സംബന്ധിയായി പ്രത്യേകമായ ക്ലാസ്സുകളും മോട്ടിവേഷനുകളും ആവശ്യമായിട്ടുള്ള പ്രചോദനങ്ങളും നൽകിയതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ ഈ പ്രവർത്തന മേഖലയിൽ കടന്നു വന്നത്. സർവശക്തനായ റബ്ബ് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കലോടുകൂടെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഏകദേശം 1.5 ലക്ഷത്തിൽ പരം വരുന്ന സംഖ്യ ചിലവഴിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ട ആദരവ് നൽകുന്നത്. ആ ജംഇയ്യത്തുൽ മുഅല്ലിമീനോടും അതിൻ്റെ പ്രവർത്തനങ്ങളോടും എല്ലാ സമയത്തും കടമപ്പെട്ടവരും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുമായി നിങ്ങൾ മാറണമെന്ന്
സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. മെഡി സെന്ററിന്റെ 15 വർഷം പൂർത്തിയാക്കാൻ എടുത്തിട്ടുള്ള ഈ സന്ദർഭത്തിൽ മെഡി സെന്ററിന്റെ ഭാരവാഹികളായ ഞങ്ങളുടെ മുമ്പിൽ വലിയൊരാഗ്രഹമുണ്ട്. അത് ഈ സദസ്സിനോട് പങ്കുവെക്കുകയാണ്. ഏകദേശം നമ്മുടെ തിരൂർ ഗവൺമെന്റ് ആശുപത്രിയുടെ പരിസര ഭാഗത്ത് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ഭൂമിയെടുത്ത് നമുക്കൊരുപാട് വിശാലമായ പദ്ധതിയോടുകൂടിയുള്ള ബഹുമുഖ പദ്ധതിയോടുകൂടിയുള്ള വലിയൊരു പ്രവർത്തനത്തിന്റെ കേന്ദ്രം ഇൻഷാ അല്ലാഹ് ആരംഭിക്കണമെന്ന് ഈ മെഡി സെന്റർ കമ്മിറ്റി ആലോചിക്കുന്നുണ്ട്. നിങ്ങളുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ എല്ലാവരും ആ പ്രവർത്തനത്തിൽ ആത്മാർത്ഥമായി സഹകരിക്കുകയും ഹോസ്പിറ്റലിൽ നിന്ന് പാവങ്ങളായ ഒരുപാട് രോഗികളെ കൂടെ വരുന്ന ആളുകൾ, അവിടെ വരുന്ന പ്രത്യേകിച്ച് സ്ത്രീകളായ നമ്മുടെ സഹോദരിമാർ, അവർക്ക് നമസ്കരിക്കാനുള്ള സമയം, അതുപോലെ തന്നെ ഡോക്ടർ അരികിൽ വന്ന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാൻ സൗകര്യം കുറവുള്ളത് കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗികൾക്ക് താൽക്കാലികമായി വിശ്രമിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ നമ്മുടെ മെഡി സെന്ററിന്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ഇൻഷാ അല്ലാഹ് ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം നമുക്കുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. സർവശക്തനായ റബ്ബ് അത് ഖൈർ പോലെ നടത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആ സ്വപ്ന പദ്ധതി ഇൻഷാ അല്ലാഹ് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും പിന്തുണക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി ഈ സദസ്സിനോട് ആവശ്യപ്പെടുകയാണ്. അൽഹംദുലില്ലാ നമ്മുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഒരു ആംബുലൻസ് നൽകലോടുകൂടെ നമ്മുടെ പ്രവർത്തനം കൂടുതൽ ബാധ്യതകൾ നമുക്ക് കൂടുകയും അതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാകുകയും ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് ഒരു ആംബുലൻസ് എന്ന പദ്ധതി. ഇതുവരെ നമുക്കത് പൂവണിയിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമ്മുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഈ വിഷയത്തിൽ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് അവരാ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അൽഹംദുലില്ലാ നമ്മളോട് സഹകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം വളരെ സുപ്രധാനമായ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ മുന്നിലുള്ള ഈ വാഗൺ സ്മാരക ഹാളിന് മുമ്പിൽ നമ്മൾ വെച്ച് ഈ പരിപാടി നടത്തുമ്പോൾ തൊട്ടടുത്തുള്ള കോരങ്ങത്തെ പള്ളിയിൽ അന്തിയുറങ്ങുന്ന മഹാരഥന്മാരായ വാഗൺ ദുരന്തത്തിൽ വാഗൺ കൂട്ടക്കൊലയിൽ മരണപ്പെട്ടു പോയ മഹത്തുക്കളായ നമ്മുടെ സുഹദാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ടും അവരെ ചരിത്രങ്ങളെ കൃത്യമായി ഒപ്പിയെടുത്തുകൊണ്ടും പ്രഗത്ഭനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട KT മുഹമ്മദ് ബാഖിർ ഉസ്താദ് അവർ രചിച്ച ഒരു കാവ്യത്തിൻ്റെ പ്രകാശനം കൂടി ഇവിടെ നടക്കുകയാണ്. ചരിത്രത്തിൽ നിന്ന് ഇസ്ലാമികമായ അടയാളങ്ങൾ മുഴുവനും ഇല്ലാതെയാക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ശ്രമം നടക്കുന്നു. ഇന്ത്യയിൽ മുസ്ലിം സമൂഹം സംഭാവന ചെയ്തിട്ടുള്ള ധാരാളം സംഭാവനകളെ വിസ്മരിക്കുവാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ അനുദിനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായൊരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ത്യയുടെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി സഞ്ചരി റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധമായ മഖാം പോലും അമ്പലമാണ്, ക്ഷേത്രമാണെന്ന് പറഞ്ഞ് പിടിച്ചടക്കുന്നതിന് വേണ്ടി അജ്മീർ കോടതിയിലേക്ക് ഒരു കേസ് ഫയൽ ചെയ്ത് അതിൻ്റെ സർവ്വ നടത്തുമെന്ന ഗതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായൊരു സന്ദർഭത്തിലാണ് പ്രിയമുള്ളവരെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സാംബാൽ ജില്ലയിലെ ഷാ മസ്ജിദ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പള്ളി, ആ പള്ളിയുടെ പിൻബലവും ഒരു ക്ഷേത്ര നിർമ്മാണമാണ്. ക്ഷേത്രമുള്ള സ്ഥലത്ത് പൊളിച്ചുകൊണ്ടാണ് അവിടെ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് എന്ന വാദം വരികയും അവിടെ സർവ്വ നടത്തുകയും ആ സർവ്വയെ സ്വാഭാവികമായും പ്രതിരോധിക്കാൻ വന്ന ആളുകൾക്ക് നേരെ പോലീസുകാർ വെടിവെച്ച് നിഷ്ഠൂരമായി നമ്മുടെ 5 സഹോദരങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ദുഃഖകരമായ സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യയിൽ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള കൃത്യമായ അവകാശം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വെച്ചു തരുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന കൃത്യമായിട്ടത് രേഖപ്പെടുത്തുന്നുണ്ട്, വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇവിടുത്തെ മുസൽമാന്റെ പള്ളികൾ, ഹൈന്ദവ സഹോദരങ്ങളുടെ അമ്പലങ്ങൾ, മറ്റു ആരാധനാ ആലയങ്ങൾ, ഇത് മുഴുവനും സംരക്ഷിക്കപ്പെടുക എന്നത് ഇന്ത്യയുടെ ഒരു മഹത്തായ പൈതൃകമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ബാബരി മസ്ജിദ് തകർക്കപ്പെടലോടുകൂടെ വ്യത്യസ്തമായിട്ടുള്ള പള്ളികളിലേക്ക് അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കടന്നു വന്ന വർഗീയവാദികൾ ഇപ്പോൾ ഇതാ പരിശുദ്ധമായ അജ്മീർ ദൽഗയും അതുപോലെ ഷാഹ് മസ്ജിദും അതുപോലെ തന്നെ ഈദ്ഗാഹ് മസ്ജിദുമൊക്കെ അമ്പലങ്ങളാണ്, ക്ഷേത്രങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞ് പിടിച്ചടക്കുവാനുള്ള ശ്രമം വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് 1991 ഒരു ആരാധനാലയ നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട്.
ആരാണ് നിലവിൽ ആ ആരാധനാലയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്ര വർഷമായി കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവർക്ക് അവകാശപ്പെട്ടതാണെന്ന ഇന്ത്യയുടെ പ്രധാനമായിട്ടുള്ള നിയമത്തെ കാറ്റിൽ പറത്തി വീണ്ടും ഒരു വർഗീയ ധ്രുവീകരണം ഇവിടെ ഉണ്ടാക്കാനും മനുഷ്യർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുവാനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ദുഃഖകരമായ അവസ്ഥകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രഗത്ഭനായ മുഹമ്മദ് ബാക്കർ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ, ഈ വാഗൺ കൂട്ടക്കൊലയിൽ മരണപ്പെട്ട മഹാരഥന്മാരായ മഹത്തുക്കളായ 10-70ഓളം വരുന്ന ധീരദേശാഭിമാനികളെ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് വെട്ടാനുള്ള ശ്രമങ്ങളും അതിന് വേണ്ട പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൃത്യമായ ചരിത്രം അറബി ഭാഷയിൽ കാവ്യമായി ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാക്കർ ഉസ്താദ് അവറുകൾ അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്നതിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും അത്തരം ചരിത്ര ഗ്രന്ഥങ്ങളെ നമ്മുടെ എല്ലാ ലൈബ്രറികളിൽ സൂക്ഷിക്കപ്പെടുകയും പുതിയ തലമുറക്ക് അത്തരം ചരിത്രങ്ങൾ കൃത്യമായി പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഗ്രന്ഥം നിമിത്തമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഇൻഷാ അല്ലാഹ് പ്രധാനമായ മറ്റൊരുപാട് ചടങ്ങുകളിലേക്ക് വഴിമാറുകയാണ്. ഈ പരിപാടിയിൽ നിന്ന് നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ട് ആളുകൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുന്നിടത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽമയും അതിൻ്റെ കീഴടങ്ങളും അതിൻ്റെതായിട്ടുള്ള ഭാഗതയും നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കയിൽ വയനാട് ദുരന്തം നടന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തിലും പ്രഖ്യാപിക്കപ്പെട്ട വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗം നടക്കുന്നു, അനുബന്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അങ്ങനെയൊക്കെ സമസ്ത ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് അതിൻ്റെ കൃത്യമായ പ്രവർത്തന വിഭാഗം നടക്കുന്നു. അതിൻ്റെ വിശുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും വളരെ കൃത്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽമ സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വിശുദ്ധമായ സംഘശക്തിയുടെ കെട്ടുറപ്പും ഭദ്രതയും അതിൻ്റെ മഹത്തായ പുരോഗതിയും വളർച്ചയുമൊക്കെ ഇല്ലാതെയാക്കുവാനുള്ള പല ശ്രമങ്ങളും അജണ്ടകളും പല ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി അതിനൊക്കെ നമ്മൾ ജാഗ്രതയോടുകൂടെ നേരിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിനെ എല്ലാ നിലയിലും ശക്തിപ്പെടുത്തുവാനും ആ വിശുദ്ധമായ സംഘങ്ങൾക്കിടയിൽ ഭിന്നിപ്പുകളും വിയോജിപ്പുകളും ഇല്ലാതെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ വിശുദ്ധമായ ആദർശം പൂർവികരേൽപ്പിച്ചിട്ടുള്ള അമാനത്താണ്. അത് മാനത്ത് വെക്കേണ്ടതല്ല, അത് അട്ടത്തും വെക്കേണ്ടതല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ ആദർശം അമാനത്തായി എന്നും ഈ സമൂഹത്തിനോട് വിളിച്ചു പറയാൻ നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കണം. എവിടെയെങ്കിലും പോയി ആദർശം പണയപ്പെടുത്തിയിട്ട് വിശുദ്ധമായ ആദർശങ്ങൾ വിശദീകരിക്കുന്ന പരിപാടികളെ കൊച്ചാക്കി കാണിക്കുന്ന അവസ്ഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ വിശുദ്ധമായ ആദർശങ്ങൾ കൃത്യമായി ഇൻഷാ അല്ലാഹ് അത് നമ്മൾ അമാനത്തായി തന്നെ കൊണ്ട് നടക്കും. അത് മാനത്തോ അട്ടത്തോ വെക്കാതെ കൃത്യമായി ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ഈ വിശുദ്ധമായ ആദർശത്തിനെ കൊണ്ട് നടക്കാൻ എന്നും പ്രതിജ്ഞാബദ്ധരായി നമുക്ക് നിലനിൽക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംഘടനയുടെ പുരോഗതിയിലും വളർച്ചയിലും ഇവിടുത്തെ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഉലമാക്കളും ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെയൊക്കെ ആത്മാർത്ഥമായ പിൻബലവും കൂട്ടായ്മയുമാണ് ഈ മഹത്തായ പ്രസ്ഥാനം വളർന്നു പന്തലിക്കുന്നത്. ഒരു നല്ല സംവിധാനത്തെ ഇല്ലാതെയാക്കാൻ ഒരുപക്ഷെ എളുപ്പമായിരിക്കാം, ഒരുപക്ഷെ ഒരു നല്ല സംവിധാനത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നിടത്താണ് അതിൻ്റെ ഗൗരവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് എല്ലാവരും ഓർത്തിരിക്കണമെന്ന് വളരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ വിശുദ്ധമായ ആശയാദർശങ്ങൾക്ക് ശക്തി പകർന്ന് കരുത്തു നൽകി ഇൻഷാ അല്ലാഹ് ഭിന്നിപ്പുകളോ പ്രയാസങ്ങളോ ഇല്ലാതെ സമസ്ത സ്വീകരിച്ചു വരുന്ന എല്ലാ നയങ്ങളും, അത് രാഷ്ട്രീയപരമായ വിഷയത്തിലുള്ള നയമാണെങ്കിലും ഏത് വിധത്തിലുള്ള നയമാണെങ്കിലും ആ നയങ്ങളൊക്കെ സ്വീകരിച്ച് അതിൻ്റെ തനതായ ശൈലിയിൽ തന്നെ ആ തനിമ നഷ്ടപ്പെടാതെ ഇൻഷാ അല്ലാഹ് നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ നടക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായ പരിപാടിയാണ് നമ്മുടെ സുപ്രഭാതം, പിന്നെ അതിൻ്റെ ഉപഹാര സമർപ്പണമെന്നത്. കഴിഞ്ഞ വർഷത്തെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ ക്യാമ്പയിൻ നമ്മൾ വളരെ കൃത്യമായി വിജയിപ്പിച്ചു. മാലിന്യങ്ങളായ നമ്മളും SKSFിൻ്റെയും സമസ്തയുടെ വിവിധങ്ങളായ പ്രവർത്തകന്മാർ രംഗത്തിറങ്ങിയപ്പോൾ അൽഹംദുലില്ലാ നാടായ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ അതിനെ വളരെ കൃത്യമായി സ്വീകരിക്കുകയും അതിന് വരിക്കാരെ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ 10% വരിക്കാരെ കഴിഞ്ഞ വർഷത്തെ ക്യാമ്പയിനിൽ ചേർത്തുവാനും നമുക്ക് സാധിച്ചു എന്ന ചാരിതാർത്ഥത്തോടു കൂടിയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ഉപഹാരം സമർപ്പിക്കുന്നത്. ആ വിഷയത്തിൽ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു ജില്ലയാണ് നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള
എല്ലാ മദ്രസകളും ഒരുപാട് എതിർപ്പുകളും ഒരുപാട് വിയോജിപ്പുകളും ഒരുപാട് സുപ്രഭാതത്തിൻ്റെ വളർച്ചയെ തടയിടാനുമൊക്കെയുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് സജീവമായി നടന്നപ്പോഴും സുപ്രഭാതം എന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു മുഖപത്രമെന്ന നിലക്ക് അതിനെ ഏറ്റെടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഇവിടുത്തെ അപാലവൃതം ജനങ്ങൾ നമ്മളെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് അൽഹംദുലില്ലാ സുപ്രഭാതത്തിന് കഴിഞ്ഞ വർഷത്തെ ക്യാമ്പയിനിൽ എതിർപ്പുകൾ ധാരാളം ഉണ്ടായിട്ടും മല പോലെയുള്ള എതിർപ്പുകൾ ഉണ്ടായി. അതിനെ മഞ്ഞ് പോലെയാക്കി ആ സുപ്രഭാതത്തിൻ്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും. പോരായ്മകളും കുറവുകളും ഒക്കെയുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കലോടുകൂടെ തന്നെ ആ കുറവുകളെയും പോരായ്മകളെയും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നേതൃത്വം, ഒരു പക്വമായ നേതൃത്വം ഈ മഹത്തായ സംഘത്തിനുണ്ട് എന്ന ആത്മവിശ്വാസത്തോടുകൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കാലത്തും സുപ്രഭാതം വളർന്നത് മുതൽ അതിന് ശത്രുക്കളുണ്ട്, എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ശത്രുക്കൾ വീണ്ടും വീണ്ടും അതിനെ കൂടുതൽ വഷളാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സതുദ്ദേശത്തോടുകൂടെ സുപ്രഭാതം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, സുപ്രഭാതത്തിൻ്റെ വളർച്ചയെ പ്രതീക്ഷിച്ചുകൊണ്ട്, സുപ്രഭാതം ഇവിടെ നിലനിൽക്കൽ സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ അവകാശത്തിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി സുപ്രഭാതം നെഞ്ചേറ്റാൻ വരുന്ന ചില ആളുകൾ അതിലെ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നത് സാംഖനീയവും സ്വാഗതാർഹവുമാണ്. പക്ഷേ സുപ്രഭാതം ജനിച്ചത് മുതൽ അതിനെ തരം താഴ്ത്താനും നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനും ശ്രമിക്കുന്നവരുടെ ചില ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നമുക്കാർക്കും മനസ്സില്ല എന്ന് നമ്മൾ കൃത്യമായി പറയുകയും സുപ്രഭാതം എന്ന പത്രം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അവകാശ പോരാട്ട വീതിയിൽ ഇന്നോളം അതിൻ്റെതായ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പത്രം എന്ന നിലയ്ക്ക് വന്നിട്ടുള്ള പോരായ്മകൾ തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകും. അങ്ങനെ തിരുത്തേണ്ട കാര്യങ്ങൾ സതുദ്ദേശത്തോടുകൂടെ ആര് പറഞ്ഞാലും അത് സ്വീകരിക്കുവാൻ നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ തയ്യാറാണ് എന്നതിൻ്റെ തെളിവാണ് പാലക്കാട്ടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സുപ്രഭാതത്തിന് സപ്ലിമെന്റ് വന്നിട്ടുള്ള ആ ഒരു പരസ്യത്തിൽ വന്നിട്ടുള്ള ചില കണ്ടന്റുകളോട് നമ്മുടെ മഹാരഥന്മാരായ സമസ്തയുടെ അഭിവന്ദരായ നേതാക്കന്മാർ പറഞ്ഞു, അതിൽ സമസ്തക്ക് ബന്ധമില്ല, ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തിരുത്തേണ്ട സംഗതിയാണെങ്കിൽ തിരുത്തുകയും ചേർക്കേണ്ടതാണെങ്കിൽ ചേർത്തുകൊണ്ടും അതിൻ്റെ പോളിസി അനുസരിച്ച് തന്നെ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകും. അതിനെ വിജയിപ്പിക്കാൻ ഇന്നോളം മുന്നോട്ട് വന്നത് ഇവിടുത്തെ ബഹുമാന്യരായ ഉമറാക്കളുണ്ട്, മദ്രസ മുഅല്ലിമീങ്ങളുണ്ട്, സമസ്തയുടെ വിവിധങ്ങളായ ഘടകങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു തആല ഈ പരിപാടി സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നമുക്ക് നൽകുകയും ചെയ്യട്ടെ. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ് ഉസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.